അപ്പോൾ നമ്മളെ ഫുൾ കോഴി ഇവിടെ റെഡിയാണ്. സ്കിന്നൊക്കെ ഒഴിവാക്കി നല്ല രീതിയിൽ ക്ലീൻ ചെയ്ത് കൊണ്ടുവച്ചതാണ്. അപ്പോൾ നമുക്കിത് ചെറുങ്ങനെ ഒരു മസാല ഒന്ന് ഉള്ളിലേക്ക് പിടിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു വരയിടലാണ്. ഫസ്റ്റ് ഘട്ടം മസാലയൊക്കെ നമ്മളെ റെസിപ്പി ഞാൻ നിങ്ങൾക്ക് പങ്കുവെക്കും. അപ്പോൾ നിങ്ങൾ വീഡിയോ ഫുള്ള് കാണുക, ഒരു ലൈക്ക് അടിക്കുക. വേണമെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുക. ഞാൻ കുറച്ച് നേരം വൈകിപ്പോയി, ഐഡിയ ഒന്ന് തോന്നാൻ മീൻസ് വൈകിട്ടായിപ്പോയി. അപ്പോൾ അതിൻ്റെ ഒരു ടെൻഷനുണ്ട്. അപ്പോൾ ഇതേപോലെ പിന്നെ ചിക്കനൊക്കെ ഒന്ന് വരയണം. അപ്പോൾ നമ്മൾ വളരെ പെട്ടെന്ന് തന്നെ നമ്മളെ ഈ കോയിനേതാ ഞാനൊരു പിന്നെ വട്ടയിലേക്ക് എടുത്തിട്ടുണ്ട്. മസാല എല്ലാവർക്കും പങ്കുവെക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാനിവിടെ എടുത്തൊരു മസാല ഒരു സ്പെഷ്യലാണ്. എല്ലാം കൂടിയും ഇതിൽ ഇഞ്ചി ഉണ്ട്, വെളുത്തുള്ളി ഉണ്ട്. ഒരു ഫുൾ ചിക്കനാണ്. ഇതൊരു 2 വെളുത്തുള്ളി ഉണ്ട്, നമ്മളെ ഇന്ത്യൻ വെളുത്തുള്ളി. അപ്പോൾ അതിൻ്റെ വലിപ്പം നിങ്ങൾക്കറിയാം. പിന്നെ ഒരു 2 തക്കാളി എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു വലിയ 5 പച്ചമുളക് എടുത്തിട്ടുണ്ട്. പിന്നെ ഇഞ്ചി ആ ഒരു വെളുത്തുള്ളിയോട് സമമായിട്ട് അതിനോട് അടുത്ത് വരുന്നത്, അത്ര കൂടുതലില്ല കുറച്ചുമില്ല. അപ്പോൾ അങ്ങനെ 4 ഐറ്റംസ്. പിന്നെ കുറച്ച് മല്ലിച്ചപ്പ് എടുത്തിട്ടുണ്ട്, പുതിന എടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടി നമ്മൾ മിക്സിയിൽ ഇട്ടിട്ട് നല്ല രീതിയിൽ അടിച്ചെടുത്തതാണ്. അപ്പോൾ ചിക്കൻ ഇതാ, ഫുൾ ചിക്കൻ നിങ്ങൾ കാണുന്നുണ്ടാവും, ഒക്കെ റെഡിയാണ്. അപ്പോൾ ആ ഒരു മസാല നമ്മൾ ആദ്യമായിട്ട് ആ ഒരു മസാല എടുത്തിട്ടുണ്ട്. കൈ ഇപ്പം തന്നെ എരിയാൻ തുടങ്ങിയിട്ടുണ്ട്. ആ ഒരു മസാലയിലേക്ക് നമ്മളിതാ മുളക് പൊടി, എൻ്റെ കയ്യിൽ കാശ്മീരി ചില്ലിയാണ്. ഇതൊരു സ്പൂൺ നിങ്ങൾ കാണുന്നുണ്ടാകും. ഇങ്ങനത്തെ ഒരു ഫുൾ ചിക്കൻ ഉണ്ടല്ലോ, ഒരു 5 ടീസ്പൂണ്, 5-6 ടീസ്പൂൺ. ഇതൊരു കളറിന് വേണ്ടിയിട്ട്, മെയിനായിട്ട് കളറാണ്. എരിവിന് നമ്മൾ ഓൾറെഡി ഗ്രീൻ ചില്ലി ചേർത്തിട്ടുണ്ട്. പിന്നെ കുരുമുളക് പൊടി ഒരു 1.5 സ്പൂണ്, ഈ സ്പൂണാണ് നിങ്ങൾ കാണുന്നുണ്ടാകും, ഇത് ചേർത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് ഒരല്പം ഒരു അര ടീസ്പൂണ് മഞ്ഞൾപ്പൊടി. പിന്നെ നമ്മളൊരു ഇതേ സ്പൂണ് തന്നെയാണ് ഒരു 2 സ്പൂണ് മല്ലിപ്പൊടി ചേർത്തിട്ടുണ്ട്. മസാല നല്ല കിടിലനായിക്കോട്ടെ. പിന്നെ നമ്മളെ ചിക്കൻ മസാല വാങ്ങിയിട്ടുണ്ട്. ചിക്കൻ മസാല കുറച്ച് ചിക്കൻ മസാല ഇതിൽ ചേർക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മൾ കുറച്ച് തൈര് എടുത്തിട്ടുണ്ട്, നാടൻ തൈരാണ്. ഈ മസാലയിലേക്ക് പിന്നെ നമുക്ക് ഇതിലേക്ക് വേണ്ടത് ഉപ്പാണ്. അപ്പോൾ ആവശ്യത്തിന് നമ്മൾ നോക്കിയിട്ട് വീണ്ടും ഇടാം. അപ്പോൾ ഈ മസാല ഒന്ന് നല്ല ടൈറ്റ് മസാല ആക്കി എടുക്കുകയാണ്. അപ്പോൾ നമ്മൾ തക്കാളി എടുത്തിട്ടുണ്ട്, മല്ലിച്ചപ്പ്, പുതിന, ഇഞ്ചി, വെളുത്തുള്ളി, ഇതെല്ലാം മിക്സാക്കിയ പേസ്റ്റാണ്. ഇതിലേക്കാണ് നമ്മൾ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ചിക്കൻ മസാല, അതുപോലെ തന്നെ കുരുമുളക് പൊടി, ഈ സാധനം, പിന്നെ തൈര്, ഉപ്പ്, ഇതെല്ലാം കൂടി ചേർത്തത്. അതിനുശേഷം നമുക്ക് നമ്മളെ ഈ ചിക്കൻ ഉണ്ടല്ലോ, നമ്മളെ ഈ കിടക്കാച്ചി ചിക്കൻ, ഇതിൻ്റെ ഉള്ളിലും പുറത്തൊക്കെ നല്ല രീതിയിലൊന്ന് നമുക്ക് അങ്ങോട്ട് തേച്ച് പിടിപ്പിക്കാം, നല്ല കുട്ടപ്പനാക്കിയിട്ട് എടുക്കാം. ഈ സ്കിന്ന് ഒഴിവാക്കണം എന്ന് പ്രതീക്ഷ ഇല്ലായിരുന്നു, പക്ഷേ ആൾ ചിക്കന് ഓർഡർ ചെയ്തപ്പോൾ തന്നെ സ്കിന്ന് ഒഴിവാക്കി. അപ്പോൾ അതുകൊണ്ട് സ്കിന്ന് വിട്ടുപോയി. അത് കുഴപ്പമില്ല, നമുക്ക് ഏതായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. സ്കിന്ന് ഇല്ലാതെ നമുക്ക് ഇങ്ങനെ ഗ്രിൽ ചിക്കൻ നല്ല സെറ്റായി കിട്ടുമെന്നുള്ളത് നോക്കണമല്ലോ, വേണ്ടേ? അപ്പോൾ ഇതിൻ്റെ ഉള്ളിലൊക്കെ കൈ നല്ല എരിയുന്നുണ്ട്. അപ്പോൾ എരിവൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് കൈ ഒക്കെ നോക്കണം. മെയിനായിട്ട് കൈ സോഫ്റ്റാണ്, അപ്പോൾ വേഗം എരിയും, അതാണ് പ്രശ്നം. കട്ടി കുറവുള്ള കൈയാണ്, അതുകൊണ്ടാട്ടോ, വേറെ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഈ ഹോൾസിലൊക്കെ നല്ല രീതിയിൽ നമ്മളെ മസാല അടിച്ച് കയറ്റാം. മസാല കയറ്റി. പിന്നെ അതേപോലെ ഞാനൊരു കുട്ടി കാട ഉണ്ട്, കോഴി പറ്റാത്ത ഒരാൾക്ക് വേണ്ടിയിട്ട് ഒരു കാട ജസ്റ്റ് വാങ്ങിയിട്ടുണ്ട്. അത് നമുക്ക് സക്സസ്ഫുൾ ആകുമെന്ന് അറിയില്ല, നമുക്കൊന്ന് ഗ്രില്ലാക്കി നോക്കാം അല്ലേ? അപ്പോൾ ഇതേ മസാല തന്നെ ഈ ഒരു കാടക്കുട്ടിക്കും നല്ല രീതിയിലൊന്ന് തേച്ച് പിടിപ്പിക്കട്ടെ. മസാല ഐഡിയ പിടുത്തം കിട്ടിയിട്ടുണ്ടാവുമല്ലോ അല്ലേ? മസാല പൊളിയാണ് കേട്ടോ, ഉപ്പൊക്കെ റെഡിയാണ്.
സ്വല്പം ഉപ്പിൻ്റെ കുറവുണ്ടോ എന്ന് ചെറിയൊരു സംശയമുണ്ട്. അപ്പോൾ ആ ഉപ്പൊക്കെ നിങ്ങൾ ടെസ്റ്റ് ചെയ്യണം. അതിന് വേണ്ടി കുറച്ച് ഉപ്പും കൂടി നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്യണം കേട്ടോ. വിഷയമല്ല, ബാക്കി സെറ്റപ്പാണ്, ഒക്കെ റെഡിയാണ്. മസാല ഫുള്ള് നല്ല രീതിയിൽ നമ്മൾ തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഉള്ളിലേക്കൊക്കെ മസാല അങ്ങോട്ട് ഫില്ല് ചെയ്യാം. ഉള്ളിക്ക് നല്ല വില ആയതുകൊണ്ട് ഉള്ളിനെ നമ്മൾ തൽക്കാലം ഈ പരിപാടിയിൽ നമ്മൾ ഉള്ളിനെ നമ്മൾ മാറ്റി നിർത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മളിനി ചെയ്യാൻ പോണ പരിപാടി, അപ്പോൾ നാരങ്ങ ഒന്ന് വേണമെങ്കിൽ ജസ്റ്റ് നമ്മൾ നാരങ്ങ മസാലയിൽ വിട്ടുപോയതാണ്, കുഴപ്പമൊന്നുമില്ല, പിന്നെ ചെയ്താലും മതി. നാരങ്ങയും കൂടി കിടക്കട്ടെ, ചിക്കനൊരു സോഫ്റ്റ് കിട്ടിക്കോട്ടെ. പിന്നെ നമ്മളിത് അവിടെ ഓട കൊണ്ട് വെച്ചിരിക്കുന്നത്, ഈ ഓടയിലേക്ക് ചിക്കൻ അങ്ങോട്ട് കയറ്റിയിട്ട് ഗ്രില്ല് ചെയ്യാനുള്ള പരിപാടിയിലേക്ക് നോക്കാം. ഓക്കെ, ഇനി നമ്മൾ ഈ ഓടയിലേക്ക് ഈ ചിക്കൻ അങ്ങോട്ട് സെറ്റാക്കാൻ നോക്കുകയാണ്. നോക്കുക അതിലെ പോവാന്നുള്ളത്. ഓക്കെ. അപ്പോൾ നമ്മൾ ഗ്രില്ല് സെറ്റ് അയക്കണത് ഇതാകണ്ടോ, വെറൈറ്റി അയക്കുന്നത്. ഇനി നമുക്ക് നമ്മൾ അടുപ്പിലേക്കൊന്ന് വെച്ച് നോക്കാം. അടുപ്പാണ് ഇപ്പോൾ സക്സസ്ഫുൾ അല്ലാത്തത്. ഓക്കെ, അടുപ്പ് സെറ്റാണ്, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നമ്മളെ ഗ്രിൽ ചിക്കൻ ഇതാ മെല്ലെ കനലൊക്കെ തയ്യാറായിട്ടുണ്ട്. അപ്പോൾ ഏതായാലും ചിക്കൻ പോകട്ടെ, വേവട്ടെ, വെന്തിട്ട് കാണിച്ചു തരാം. അപ്പോൾ തീയൊന്നുണ്ട്, അതൊക്കെ ഒന്ന് കെടുത്തണം. അപ്പോൾ അതൊന്ന് വൃത്തിയിൽ സെറ്റാക്കട്ടെ. എന്നിട്ട് നമ്മളെ ചിക്കന് നിങ്ങൾക്ക് എല്ലാവർക്കും കാണിച്ചു തരും. റെസിപ്പിയൊക്കെ ഏകദേശം ഞാൻ പറഞ്ഞതൊക്കെ എല്ലാവർക്കും മനസ്സിലായി എന്ന് കരുതുന്നു.